ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ സി വിൻ്റെ ഇഷ്യൂ ആയിരിക്കുന്നത് ചേച്ചി. പിന്നെ സി വി കുറേ അപ്ഡേറ്റ് ചെയ്ത്, പക്ഷേ എന്നിട്ടും ഒരു ടൈം ആയപ്പോഴേ കിട്ടിയത്. ഞാൻ ഡിപ്ലോമയാണല്ലോ കഴിഞ്ഞത്, എനിക്ക് ടെസ്റ്റിങ്ങിനെ വെച്ച് ബേസിക് ഒന്നും അറിയില്ല. ഇവിടെ വന്നിട്ടാണ് എല്ലാം പഠിച്ചത്. ഞാൻ IT ബാക്ക്ഗ്രൗണ്ടേ അല്ല, ഞാൻ ഇവിടെ വന്നിട്ടാണ് IT-ലേക്ക് കയറിയത് തന്നെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ പ്രൊമോഷനായി കണ്ടതാണ്. ഏട്ടനും IT ആണ്, പിന്നെ എനിക്കൊരു IT ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊരു ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റിങ്ങിൽ കയറിയത്. അച്ഛൻ ഇലക്ട്രോണിക്സിൻ്റെ മെക്കാനിക് ഷോപ്പാണ്, ഒരു ഇലക്ട്രോണിക്സ് IT ആയിട്ട്. അങ്ങനെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഞാനും പോയത്. ഇപ്പം എൻ്റെ വർക്കിന് കയറിയായിരുന്നല്ലോ, പിന്നെ എനിക്ക് താല്പര്യമില്ലാണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. നെറ്റ്വർക്കിങ് താല്പര്യമില്ല, അതെപ്പോഴും ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ ശരി തോന്നുന്നത് എന്താ വെച്ചാൽ ചെയ്തോന്നു രീതിയിൽ തന്നെ ഇലക്ട്രോണിക്സ് പഠിച്ച് ഇപ്പോൾ നിൽക്കുന്നത് IT. അത് പിന്നെ വീട്ടുകാർക്കും നല്ല സന്തോഷമുണ്ട്. രണ്ടാൾക്ക് IT ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം പ്ലേസ്ഡ് ആയതുകൊണ്ട് വീട്ടുകാർക്കൊരു അഭിമാനമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും കോഴ്സ് തന്നെ ഇപ്പോൾ മണ്ടത്തരാണോ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചേട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ ആ കുഴപ്പമില്ല, നല്ല കോഴ്സാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എല്ലാം ചേട്ടനായിരുന്നു റെഫറൻസ്. പ്ലേസ്ഡ് ആവാത്തപ്പോൾ അവർക്കൊരു ഇതുണ്ടായിരുന്നു, എന്താവാത്ത എത്ര പൈസ കൊടുത്ത് കയറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ടൈം ആകുമ്പോൾ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കില്ലുണ്ടെങ്കിൽ എന്തായാലും കിട്ടും എവിടെയാണെങ്കിലും. ഇപ്പോൾ ക്യാമറിൻ വഴി കിട്ടിയത് കൊണ്ടാണ് ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ ആവുന്നത്. ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ നേരെ അവിടെ വർക്കിന് കയറി തന്നെയാണ്. വേറെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ത്യൻ ആയിട്ടൊന്നുമല്ല. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്കും തോന്നി. അത് എല്ലാവരും ഇപ്പോൾ എൻ്റെ ബ്രദറിനോട് പറഞ്ഞപ്പോഴോ അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യൻ ആയിട്ടോ ഇതായിട്ടോ അല്ല കയറിയത്, നേരെ വർക്കിന് തന്നെ കയറിയത്. ജോലി കിട്ടിയത് സന്തോഷമുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്.